നിങ്ങളുടെ പ്രണയം തകർന്നതാണോ അതോ ആരെങ്കിലും തകർത്തതാണോ? സംശയമല്ലേ? ഇന്ന് നമുക്ക് ആ ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നല്ല രീതിയിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ പ്രണയിക്കണമെന്ന് വിചാരിച്ച വ്യക്തികളായിരിക്കാം. പക്ഷേ അതിനിടയിൽ നല്ലൊരു ഗ്യാപ്പ് വന്ന് നല്ലൊരു പ്രശ്നം നടന്ന് അത് രണ്ട് വഴിക്കായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാത്ത ആൾക്കാരെ പോലെ മാറി നടക്കുകയാണ്. എന്നാൽ മനസ്സിൽ ഭയങ്കര ഇഷ്ടമുണ്ട്, അത് തുറന്നു പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ് അതിൻ്റെ റീസൺ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. 3 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളെ എന്താണ് നിങ്ങൾക്ക് വഴക്കിടാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനാരെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 3 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അപ്പോൾ എന്താണ് ഈ കാർഡിലുള്ള റീഡിംഗ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് സ്വർഡ്സ് ആണ്. ഇതിൽ പറയുന്നത് മറക്കാനാവാത്ത ഒരുപാട് വേദനകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തിരിച്ച് എടുക്കണോ തിരിച്ചു പോകണോ എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ തർക്കത്തിലുള്ള വേർപിരിയലുകൾ, വിഷമങ്ങൾ, ഒരു തർക്കം കൊണ്ട് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ആ വേർപിരിഞ്ഞതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു അവസരമാണ് ഇതേ ഒരു കാർഡിൽ വന്നിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കാം. തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങൾക്ക് അത് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുടെ പ്രേരണ കൊണ്ട് അവരെ പറഞ്ഞു തന്നതുകൊണ്ട് അവരെ തെറ്റിദ്ധരിച്ചേക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഒരു കാർഡിൽ വന്നിരിക്കുന്നത്. ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാനുള്ളൊരു അവസരമാണത്. നല്ല ഒരു ബന്ധമാണ്. നിങ്ങൾ നല്ല രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്കത് പുനഃപരിശോധിക്കാനുള്ള ഒരു സമയമാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിച്ച് അതെല്ലാം കഴിഞ്ഞ് മുന്നിലേക്ക് പോകാനുള്ളൊരു അവസരമാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആ സാഹചര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നിലേക്ക് പോകുക. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. 8 ഓഫ് കപ്സ് ആണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനിപ്പിച്ച ഒരു ബന്ധം വീണ്ടും തുടങ്ങാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രണയമൊക്കെ അവസാനിപ്പിച്ച ആൾക്കാരായിരിക്കും. വിട്ടുപോകേണ്ട സാഹചര്യത്തിൽ ആൾ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും വേണ്ടാന്ന് വെച്ച് മുന്നിലേക്ക് നിങ്ങൾ ആളെ കൂട്ടി പോകുന്നൊരു സാഹചര്യമായിരിക്കും. അത് ഇപ്പോഴും ചിലർക്ക് പഴയ പ്രശ്നങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ കുടുങ്ങി കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഒരാളെ അമിതമായിട്ട് സ്നേഹിക്കുകയും ആളോട് വിശ്വസിക്കുകയും പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട് രണ്ടുപേരും തമ്മിൽ പിണങ്ങി മാറി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു കാര്യമില്ലാത്തതിലൂടെ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. അത്തരത്തിലുള്ളവരെയൊക്കെ വീണ്ടും ജീവിതത്തിലേക്ക് നിങ്ങൾ പോയി വിളിക്കേണ്ട ഒരു സാഹചര്യം, അവർ ആ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ നമുക്ക് കാണുന്നത് കേട്ടോ. പഴയ ബന്ധങ്ങളിൽ പഴയ കാര്യങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്നത് ഒരിക്കലും ഒരു വിട്ടുപോയ അവസരം വീണ്ടും പരിഗണിക്കണതിൻ്റെയൊക്കെ സാഹചര്യമാണ് ഇതിൽ കാണിക്കുന്നത്. കാരണം വിട്ടുപോയ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും വരണമെന്നും കാത്തിരിക്കുന്നുണ്ടെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എങ്ങനെയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്, നിങ്ങളതിനെ വിലയിരുത്തുക. ഒരുപക്ഷെ നല്ലൊരു പാർട്ട്ണറായിരിക്കും, ചെറിയൊരു തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ മാറിപ്പോയത്. അപ്പോൾ അതൊന്നുമില്ലാതെ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടും. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ടേക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്. അതിനെല്ലാം മറികടക്കുക. നല്ല രീതിയിൽ ആ ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. എത്തുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ് കേട്ടോ. മൂന്നാമത്തെ കാർഡ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയത്തിന്. എതിരെ നിൽക്കുന്ന വ്യക്തി വളരെയധികം എഫേർട്ട് ഇടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്, പ്രയോറിറ്റി തരുന്നുണ്ട്. നിങ്ങൾ അത്രയ്ക്കധികം നിങ്ങളതിനെ സ്നേഹിക്കുന്നുണ്ട്, അത്രയ്ക്കധികം നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതൊരു തരി പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വേദന. അവർ പഴയ തെറ്റുകൾ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല. ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് സംശയത്തിൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ആ ഒരു വ്യക്തിനെ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും തെറ്റിദ്ധാരണകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇനി അതൊന്നും ഉണ്ടാവില്ല. തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യങ്ങളിലൊന്നും സഞ്ചരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീണ്ടും ആ ഒരു ബന്ധം തുടർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും
ആ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ പോകാനുള്ള എല്ലാ ചാൻസസും കാണുന്നു. കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട സാഹചര്യങ്ങളിലൂടെയാണ് അത് വന്നിരിക്കുന്നത്. അല്ലാതെ യഥാർത്ഥമായിട്ടുള്ള തെറ്റുകളിലൂടെയൊന്നും നിങ്ങളുടെ പാർട്ട്ണർ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ക്ഷമയോടുകൂടി തുറന്ന് ആശയവിനിമയത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ ഊഷ്മളമായിട്ട് തന്നെ സഞ്ചരിച്ച് നല്ല രീതിയിൽ തന്നെ എത്താനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇതിൽ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കെയറിങ്, നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രൊട്ടക്ഷൻ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അതിനൊരു അവസരം കൊടുക്കണം. കാരണം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കേൾക്കണം, അവർ പറയുന്ന കാര്യങ്ങളെ പരിഗണിക്കണം. അപ്പോഴാണ് അവർക്ക് ഇതെല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഴയ വേദനകളിൽ നിന്നുള്ളൊരു രോഗശാന്തി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ പഴയ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലൊരു ആശയക്കുഴപ്പമുണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കൂടുതലും ശ്രദ്ധയും പരിശ്രമവും വിശ്രമവും ഒക്കെ വേണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു 3 കാർഡ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുക, നല്ല രീതിയിൽ ആത്മപരിശോധന നടത്തുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നോ എവിടെ നിന്നോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വേർപെട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നത്. അതെല്ലാം ക്ഷമയോട് കൂടിയിട്ട്, വളരെയധികം ക്ഷമയോടുകൂടി ഇരുന്ന് സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.